ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 76ാമത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പഠന വിഷയം ട്രാൻസിറ്റീവ് വെർബുകളാണ്. കഴിഞ്ഞ 2 ക്ലാസ്സുകളായി റെഗുലർ വെർബുകളെ കുറിച്ചും ഇറഗുലർ വെർബുകളെ കുറിച്ചും നമ്മൾ വിശദമായിട്ട് പഠിച്ചു അല്ലേ. ഇന്നത്തെ ട്രാൻസിറ്റീവ് വെർബുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്ക് വീണ്ടും നമ്മുടെ വെർബിന്റെ കുടുംബത്തിലേക്ക് ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട്. വെർബുകളെ പ്രധാനമായും 2ആയി തിരിച്ചിരിക്കുന്നു അല്ലേ. മെയിൻ വെർബുകളും ഓക്സിലറി വെർബുകളും. ഓക്സിലറി വെർബുകള് 24 പേരാണെങ്കിൽ മെയിൻ വെർബുകള് 100 കണക്കിനുണ്ട് നമുക്കറിയാം അല്ലേ. ഈ മെയിൻ വെർബുകളെ വീണ്ടും എന്താണ് ആക്ഷൻ വെർബുകൾ എന്നും സ്റ്റേറ്റീവ് വെർബുകൾ അഥവാ സ്റ്റേറ്റ് വെർബുകൾ എന്നും 2ആയി തിരിച്ചിട്ടുണ്ട്. അത് നമ്മൾ വിശദമായിട്ട് പഠിച്ചു കഴിഞ്ഞു അല്ലെ. ഈ ആക്ഷൻ വെർബുകളെയും സ്റ്റേറ്റീവ് വെർബുകളെയും പ്രധാനമായും 4 തരത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതില് റെഗുലർ വെർബുകളെ കുറിച്ചും ഇറഗുലർ വെർബുകളെ കുറിച്ചും നമ്മുടെ പഠനം പൂർത്തിയായി. ഇനി നമുക്ക് ട്രാൻസിറ്റീവ് വെർബുകളും ഇൻട്രാൻസിറ്റീവ് വെർബുകളാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ട്രാൻസിറ്റീവ് വെർബുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഈ ട്രാൻസിറ്റീവ് വെർബുകളുടെ മലയാളം എന്താണ്? സകർമ്മക ക്രിയകൾ എന്നാണ് അല്ലെ. ഇൻട്രാൻസിറ്റീവ് വെർബിന്റെയോ അകർമ്മക ക്രിയകൾ. ഇവിടെ കർമ്മം എന്ന് പറയുന്ന ഒരു വാക്ക് വന്നിട്ടുണ്ട് അല്ലെ. കർമ്മം അഥവാ ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു തരംതിരിക്കലാണ് ട്രാൻസിറ്റീവ് വെർബുകളും ഇൻട്രാൻസിറ്റീവ് വെർബുകളും തമ്മിലുള്ളത്. എന്നാൽ റെഗുലർ വെർബുകളും ഇറഗുലർ വെർബുകളും എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയത്? ഒരു വെർബിന്റെ V2 V3 രൂപങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ടെക്നിക്കുകൾ എന്താണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് റെഗുലർ വെർബുകളും ഇറഗുലർ വെർബുകളും നമ്മൾ പഠിച്ചതെങ്കിൽ ട്രാൻസിറ്റീവ് വെർബുകളും ഇൻട്രാൻസിറ്റീവ് വെർബുകളും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒബ്ജക്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ആ 7ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുത്തിയ കർമ്മത്തെ കുറിച്ച് ഒന്നുകൂടി സമയത്ത് എന്താണ് പറയേണ്ടിയിരിക്കുന്നത്. നമുക്ക് ട്രാൻസിറ്റീവ് വെർബുകളെ കുറിച്ചാണ് പഠിക്കേണ്ടതെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒബ്ജക്റ്റിനെ കുറിച്ചാണ്. അതെന്താണ്? ട്രാൻസിറ്റീവ് വെർബുകളാണല്ലോ നമ്മുടെ പഠന വിഷയം. അവിടെ ഒബ്ജക്റ്റിന് എന്താണ് കാര്യം എന്നാവും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകുക അല്ലെ. ഇവിടെ നോക്കുക, ഇവിടെ നമ്മള് 3 ഹെഡിങ്ങുകൾ എഴുതിയിട്ടുണ്ട് അല്ലെ. ഈ ഹെഡിങ്ങുകള് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിചയമുണ്ടാകും. നമ്മുടെ ഈ ക്ലാസ് 76ാമത്തെ ആണല്ലേ. അപ്പൊ നമ്മുടെ 7ാമത്തെ 8ാമത്തെ എപ്പിസോഡിലോ മറ്റോ നമ്മൾ എന്താണ് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ എഴുതിയിരിക്കുന്ന 3 ഹെഡിങ്ങുകൾ. എന്താണ്? സബ്ജക്ട് കർത്താവ്, ഒബ്ജക്ട് കർമ്മം, വെർബ് ക്രിയ. ഒരു വാചകത്തെ 3ആയി തിരിക്കുന്നു, അല്ലെങ്കിൽ 3 കഷ്ണമായിട്ട് നമ്മൾ മുറിക്കാറുണ്ട് അല്ലേ. അതിലൊന്നാണ് സബ്ജക്ട്, 2 ഒബ്ജക്ട്, 3 വെർബ് അല്ലേ. ഈ വാചകങ്ങളില് ക്രിയക്ക് ഒബ്ജക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് വെർബിനെ ട്രാൻസിറ്റീവ് എന്നും ഇൻട്രാൻസിറ്റീവ് എന്നും തിരിക്കുന്നത്. എന്ന് പറയുന്നത് ക്രിയകൾക്ക് ഒബ്ജക്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നതിന്റെ അടിസ്ഥാനത്തിൽ. ഞാന് അന്ന് പറഞ്ഞൊരു ഉദാഹരണം ഇന്ന് വീണ്ടും പറയുകയാണ്. നമ്മുടെ ചുറ്റും മരങ്ങൾ ഉണ്ടല്ലേ, മരങ്ങള്. ഈ മരങ്ങളിൽ എല്ലാ മരങ്ങളിലും ഫലങ്ങളുണ്ടോ? നിങ്ങളൊന്ന് നോക്കിയേ. നമ്മുടെ പ്ലാവ്, അതില് ഫലമുണ്ട്, ചക്ക അല്ലെ. മാവില് മാങ്ങയുണ്ട് ഫലമായിട്ട്. തെങ്ങില് തേങ്ങയുണ്ട് ഫലമായിട്ട്. എന്നാൽ തേക്കില് എന്തെങ്കിലും ഫലങ്ങളുണ്ടോ? ഇല്ല. ചന്ദനത്തില് എന്തെങ്കിലും ഫലങ്ങളുണ്ടോ? ഇല്ല. ഫലങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവ മരം തന്നെയാണ് അല്ലെ. തേക്കും മരമാണ്, പ്ലാവ് മരമാണ്. അപ്പോൾ ഫലങ്ങളുള്ള മരങ്ങളുണ്ട്, ഫലങ്ങളില്ലാത്ത മരങ്ങളുണ്ട്. അതുപോലെ ക്രിയകളിൽ കുറെ പേർക്ക് എന്താണ് ഒബ്ജക്റ്റ് ഉണ്ട്, കുറെ പേർക്ക് ഒബ്ജക്റ്റ് ഇല്ല. അഥവാ കർമ്മം ഇല്ലാത്ത ക്രിയകളുണ്ട്, കർമ്മമുള്ള ക്രിയകളുണ്ട്. കർമ്മം ഉള്ള ക്രിയകളാണ് കൂടുതൽ. എങ്ങനെയാണ് ഒരു ക്രിയക്ക് കർമ്മമുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാം? കർമ്മം ഉണ്ടെങ്കിൽ ആ ക്രിയനെ എന്ത് വിളിക്കാം?
ട്രാൻസിറ്റീവ് വെർബ് അഥവാ സകർമ്മക ക്രിയ എന്ന് വിളിക്കും. ക്രിയക്ക് കർമ്മം ഇല്ലെങ്കിൽ അതിനെ നമ്മൾ ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നതാണ് ഇൻട്രാൻസിറ്റീവ് വെർബ് അഥവാ അകർമ്മക ക്രിയ. ഇന്നത്തെ പഠന വിഷയം ട്രാൻസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ആ കാര്യം ഒന്ന് പരിശോധിക്കാം. ഇവിടെ നമുക്ക് കുറച്ച് വാചകം എഴുതിയിട്ടുണ്ട് അല്ലെ. അവൻ കാറ് കഴുകുന്നു. ഇവിടുത്തെ വെർബ് എന്താണ്? പ്രവൃത്തി ഏതാണ്? കഴുകുക എന്നാണ് പ്രവൃത്തി അല്ലെ. ഈ കഴുകുക എന്ന പ്രവൃത്തി എന്താണ് കഴുകുന്നത് ചോദിച്ചാൽ എന്താണ് മറുപടി? കഴുകുന്നു. എന്ത്? കാറ്. കണ്ട ഈ ക്രിയയോട് നമ്മൾ എന്താണ് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിനേതിനെങ്കിലും ഉത്തരമുണ്ടെങ്കിൽ ആ ക്രിയ ട്രാൻസിറ്റീവ് വെർബായിരിക്കും. എന്താ പറഞ്ഞത്? ഈ ക്രിയകളോടൊക്കെ എന്താണ് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. എന്താണ് രണ്ട് ചോദ്യം? ഒന്ന് വാട്ട്. വാട്ട് എന്ന് പറയുന്നത് എന്താണ്? എന്ത്. എന്താ എന്ത് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ അടുത്ത എന്താണ്? ഹും. അതിന്റെ മലയാളം എന്താണ്? ആരെ. വാട്ട് അഥവാ എന്ത്, അല്ലെങ്കിൽ ഹും അഥവാ ആരെ എന്ന് ഈ ക്രിയകളോട് ഓരോരുത്തരോടും നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ അതിന് മറുപടി ലഭിക്കുകയാണെങ്കിൽ ഈ ക്രിയകൾ ട്രാൻസിറ്റീവ് വെർബ് അഥവാ സകർമ്മക ക്രിയകളാണ്. അതായത് ഒബ്ജക്റ്റ് ഉള്ള ക്രിയയാണ് എന്നർത്ഥം. നമ്മൾ മരത്തിൽ നോക്കുമ്പോൾ ഫലങ്ങളുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ലേ അത് ഫലമുള്ള കാലത്ത് ആ മരം എന്താണ്? ഫലമുള്ള മരമാണ് അറിയുന്നത് പോലെ ഇവിടെ എന്താണ്? ക്രിയയോട് ചോദ്യങ്ങൾ ചോദിക്കണം. നമുക്ക് ആദ്യത്തെ ക്രിയയോട് നമുക്ക് ചോദിക്കാം എന്താണ്? കഴുകുന്നു. കഴുകുന്നു എന്ന് പറയണല്ലേ. അപ്പൊ ചോദിക്കുന്നതാണ് എന്ത് കഴുകുന്നു. കണ്ട എന്ത് കഴുകുന്നു. എന്ത് കഴുകുന്നു? മറുപടി അപ്പൊ തന്നെ കിട്ടില്ലേ? കാറ്. കണ്ട കഴുകുന്നു എന്ന ക്രിയ എന്താണ് കഴുകുന്നത്? കാറ്. ഇനി ചോദിച്ചേ ആരെ കഴുകുന്നു നമ്മൾ ചോദിക്കാറില്ല അല്ലെ. അപ്പൊ ഇതിന് മറുപടി ഇല്ല, ഇതിന് മറുപടി ഉണ്ട്. മറുപടി ഉള്ളത് കൊണ്ട് കഴുകുക എന്ന ക്രിയ എന്താണ്? സകർമ്മക ക്രിയയാണ് അഥവാ എന്താണ്? ട്രാൻസിറ്റീവ് വെർബാണ്. ഇനി അടുത്ത് നോക്കുക. റാണി പാല് കുടിക്കുന്നു. കുടിക്കുന്ന ക്രിയയോട് ചോദിക്കുക എന്ത് കുടിക്കുന്നു. അപ്പൊ കിട്ടിയ മറുപടി എന്താണ്? പാല്. കണ്ട മറുപടി ഉണ്ട്. ഇനി ഇത് ചോദിച്ചാൽ ആരെ കുടിക്കുന്നു? മറുപടി ഇല്ല. പക്ഷെ എന്ത് കുടിക്കുന്നു എന്നുള്ള മറുപടി ഉണ്ടല്ലോ, പാല്. കണ്ട അപ്പൊ ഈ ക്രിയ എന്താണ്? കുടിക്കുന്നു എന്ന ക്രിയ എന്താണ്? ട്രാൻസിറ്റീവ് വെർബാണ്. അടുത്ത നോക്കുക. അച്ഛൻ പഴം വാങ്ങുന്നു. വാങ്ങുന്നു എന്ന ക്രിയയോട് ചോദിക്കേ എന്ത് വാങ്ങുന്നു. എന്ത് വാങ്ങുന്നു. അപ്പൊ കിട്ടിയ മറുപടി എന്താ? പഴം. കണ്ട മറുപടി. ഇനി വേണ്ടി ഇത് ചോദിച്ചോ ആരെ വാങ്ങുന്നു. മറുപടി ഇല്ല. എന്ത് വാങ്ങുന്നു? പഴം. അപ്പോൾ വാങ്ങുക എന്ന ക്രിയ എന്താണ്? ട്രാൻസിറ്റീവ് വെർബാണ്. അടുത്ത നോക്കുക. കുയിൽ പാട്ട് പാടുന്നു. ചോദിക്കേ പാടുന്നു. എന്ത് പാടുന്നു. അപ്പൊ കിട്ടിയ മറുപടി എന്താണ്? പാട്ട്. ഇനി വേണേ ചോദിച്ചോ ആരെ പാടുന്നു. മറുപടി എന്താ? ഇല്ല. പക്ഷെ എന്ത് പാടുന്നുള്ള മറുപടി ഉണ്ടല്ലോ, പാട്ട്. കണ്ട അപ്പൊ പാടുക എന്ന ക്രിയ എന്താണ്? പാടുന്നത് പാട്ടാണല്ലോ. അതുകൊണ്ട് ഈ ക്രിയ എന്താണ്? ട്രാൻസിറ്റീവ് വെർബാണ്. എന്നാൽ ഇങ്ങോട്ട് നോക്ക്. മിനി അമ്മയെ സഹായിക്കുന്നു. സഹായിക്കുന്നു എന്ന ക്രിയയോട് ചോദിക്കേ എന്ത് സഹായിക്കുന്നു. എന്ത് സഹായിക്കുന്നു. മറുപടി ഇല്ല. അപ്പൊ അടുത്ത് ചോദിച്ചോ ആരെ സഹായിക്കുന്നു. അപ്പൊ കിട്ടിയ മറുപടി എന്താണ്? അമ്മയെ. ഒന്ന് ചോദിക്കേ മിനി അമ്മയെ സഹായിക്കുന്നു. ചോദിക്കേ ആരെ സഹായിക്കുന്നു. കണ്ട അമ്മയെ. മറുപടി കിട്ടി. ഏതെങ്കിലും ചോദ്യത്തിന് മറുപടി കിട്ടിയാൽ മതി. അപ്പൊ എന്താണ്? സഹായിക്കുക എന്ന ക്രിയ എന്താണ്? ട്രാൻസിറ്റീവ് വെർബാണ് അഥവാ സകർമ്മക ക്രിയയാണ്. ഇനി അടുത്ത് നോക്കുക. ഞാൻ ശത്രുക്കളെ സ്നേഹിക്കുന്നു. ചോദിക്കുക സ്നേഹിക്കുന്ന ക്രിയയോട് ചോദിക്കട്ടോ എന്ത് സ്നേഹിക്കുന്നു. മറുപടി ഇല്ല. അടുത്ത് ആരെ സ്നേഹിക്കുന്നു. അപ്പൊ കിട്ടി മറുപടി. ആരെ സ്നേഹിക്കുന്നത്. ശത്രുക്കളെ. ആര് സ്നേഹിക്കുന്നു. ശത്രുക്കളെ. അപ്പൊ മറുപടി കിട്ടിയല്ലോ. അതുകൊണ്ട് സ്നേഹിക്കുന്ന ക്രിയ എന്താണ്? ട്രാൻസിറ്റീവ് വെർബാണ്. അടുത്ത നോക്കുക. അധ്യാപകർ കുട്ടികളെ പഠിപ്പിക്കുന്നു. ചോദിക്കുക ഈ പഠിപ്പിക്കുന്നു എന്ന ക്രിയയോട് ചോദിക്കുക എന്ത് പഠിപ്പിക്കുന്നു. മറുപടി ഇല്ല. ആരെ പഠിപ്പിക്കുന്നു. അല്ല ആരെ പഠിപ്പിക്കുന്നു.
കുട്ടികളെ പഠിപ്പിക്കുന്നു അല്ല അപ്പൊ മറുപടി ഉണ്ട്. അപ്പൊ പഠിപ്പിക്കുന്ന ക്രിയ എന്താണ്? ട്രാൻസിറ്റീവ് വെർബാണ്. ഇനി അടുത്ത് നോക്ക്, രാജു അധ്യാപകനെ കാണുന്നു. കാണുന്നു, എന്ത് കാണുന്നു? മറുപടി ഇല്ല. അടുത്ത് ചോദിക്കുക, ആരെ കാണുന്നു? രാജു ആരെ കാണുന്നു? അപ്പൊ കിട്ടി മറുപടി അധ്യാപകനെ കാണുന്നു. അപ്പൊ എന്താണ്? കാണുക എന്ന ക്രിയ എന്താണ്? ട്രാൻസിറ്റീവ് വെർബാണ്. അപ്പൊ നമുക്ക് കഴുകുന്നു, കാറ് കഴുകുന്നു, പാല് കുടിക്കുന്നു, പഴം വാങ്ങുന്നു, പാട്ട് പാടുന്നു, അമ്മയെ സഹായിക്കുന്നു, ശത്രുക്കളെ സ്നേഹിക്കുന്നു, കുട്ടികളെ പഠിപ്പിക്കുന്നു, അധ്യാപകനെ കാണുന്നു. ഈ ക്രിയകൾക്കെല്ലാം എന്താണ്? ഒബ്ജക്റ്റ് ഉള്ളത് കൊണ്ട് ഈ ക്രിയകളോട് എന്ത് എന്നോ ആരെ എന്നോ ചോദിക്കുമ്പോൾ ഏതെങ്കിലും ചോദ്യത്തിന് മറുപടി ലഭിക്കുന്നത് കൊണ്ട് ഈ ക്രിയകളെല്ലാം എന്താണ്? നമ്മള് ട്രാൻസിറ്റീവ് വെർബ് അഥവാ സകർമ്മക ക്രിയ എന്ന് വിളിക്കും. ഈ വാചകങ്ങളെല്ലാം ഇംഗ്ലീഷ് ഉണ്ടാക്കണ്ടേ? ഇതിനെല്ലാം ഇംഗ്ലീഷ് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ടെൻസ് എന്ന് പറയുന്ന നമ്മുടെ ആ മഹാപൂന്തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന സമയം എന്താണ്? കാത്തിരിക്കണം കേട്ടോ. ആദ്യം വൈകാലത്തിന് നമ്മൾ എന്താണ്? ടെൻസിലേക്ക് പ്രവേശിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് എന്താണ്? അവസാനിച്ചു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.